ക്രിക്കി മലയാളം 2.0 ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എവറി മാച്ച് നൗ ഫീൽസ് ലൈക്ക് എ നോക്കൌട്ട്. ദി IPL 2026 പ്ലേ ഓഫ് റേസ് ഇസ് അബ്സല്യൂട്ട്ലി വൈൽഡ് എന്ന് തന്നെ പറയേണ്ടി വരും. അതാണ് ഇന്നലെ പഞ്ചാബ് കിങ്സിനെ മുംബൈ ഇന്ത്യൻസ് തോൽപ്പിച്ചതോടുകൂടി IPL ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നത്. CSKക്കും രാജസ്ഥാൻ റോയൽസിനും വലിയ സാധ്യത ഓപ്പൺ അപ്പ് ആയിരിക്കുകയാണ്. തോൽവി അറിയാത്ത ആദ്യ 7 കളികൾ കൊണ്ട് കപ്പടിക്കുമെന്ന് വിചാരിച്ചിടത്തു നിന്നും അവസാന 5 കളികളും തുടർച്ചയായി തോറ്റുകൊണ്ട് ഇനി പ്ലേ ഓഫിലേക്കെങ്കിലും ഉണ്ടാവുമെന്നുള്ള കാര്യം വരെ ഡൗട്ടാണ് ഇപ്പോൾ പഞ്ചാബ് കിങ്സിൻ്റേത്. പ്രധാനമായിട്ടും ഇനി 2 സ്ലോട്ടുകളാണ് ബാക്കി നിൽക്കുന്നതെന്നുള്ളതാണ് ഇപ്പോഴത്തെ പോയിന്റ് ടേബിൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് RCBയും SRHും ഏതാണ്ട് പ്ലേ ഓഫ് ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരു കളി കൂടി വിജയിച്ചാൽ അത് 100% അവർ ഉറപ്പാക്കുകയും ചെയ്യും. ഇനിയുള്ള 2 കളികൾ പരാജയപ്പെട്ടാൽ പോലും നെറ്റ് റേറ്റ് മികച്ചതാണെങ്കിൽ RCBക്കോ SRHനോ പ്ലേ ഓഫിലേക്ക് എത്താനും കഴിയും. സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാര്യങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഓരോ ടീമിന്റെയും പ്ലേ ഓഫ് സാധ്യത നിലവിൽ എങ്ങനെയാണ്? മുംബൈ ഇന്ത്യൻസും LSGയും ഓൾറെഡി എലിമിനേറ്റഡ് ആയി കഴിഞ്ഞിരിക്കുന്നു. KKRനും DCക്കും മാത്തമാറ്റിക്കലി സാധ്യതയുണ്ടെന്ന് പറയാമെങ്കിൽ കൂടി തീർച്ചയായിട്ടും അവർക്കിനി പ്ലേ ഓഫിലേക്ക് എത്തുക എന്നുള്ളത് ഏറെക്കുറെ അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ പിന്നെ ഈ 2 ടീമുകളും തങ്ങളുടെ ബാക്കിയുള്ള എല്ലാ കളികളും വിജയിക്കുകയും മറ്റുള്ള ടീമുകളുടെ റിസൾട്ട് വലിയ തോതിൽ മിറാക്കിളായിട്ട് അനുകൂലമായിട്ട് വരികയും ചെയ്യണം. എന്നാൽ മാത്രമേ ഇവർക്ക് ഇനി എന്തെങ്കിലും സാധ്യതയുള്ളൂ. ബാക്കിയുള്ള ടീമുകളുടെ കാര്യത്തിലേക്ക് വരാം. രാജസ്ഥാൻ റോയൽസും CSKയും കളിച്ച 11 കളികളിൽ 12 പോയിന്റുമായി 5-6 സ്ഥാനങ്ങളിൽ നിൽക്കുകയാണല്ലോ. ഇന്ന് CSKക്ക് മത്സരമുണ്ട്. ഇന്ന് CSKക്ക് LSGയെ തോൽപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ ടോപ്പ് 4-ൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഇന്ന് തന്നെ കയറിപ്പറ്റും. ബട്ട് പ്ലേ ഓഫ് ഉറപ്പിക്കാൻ ഈ 2 ടീമുകൾക്കും ഇനി എന്താണ് വേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള 3 മത്സരത്തിൽ 3ലും വിജയിക്കാൻ സാധിക്കുകയാണെങ്കിൽ 18 പോയിന്റുമായി ഈ 2 ടീമുകൾക്കും പ്ലേ ഓഫ് ഉറപ്പിക്കാൻ കഴിയും. എന്നാൽ ഇനി 2 കളികളാണ് വിജയിക്കുന്നതെങ്കിൽ കൂടി മികച്ച നെറ്റ് റേറ്റ് ഉണ്ടെങ്കിൽ 4ാം സ്ഥാനക്കാരായി കൊണ്ടെങ്കിലും ഈ ടീമുകൾക്ക് പ്ലേ ഓഫിലേക്ക് എത്താൻ സാധിക്കേണ്ടതാണ്. പഞ്ചാബ് കിങ്സിലേക്ക് വരികയാണെങ്കിൽ കളിച്ച 12 കളികളിൽ 13 പോയിന്റ്. ആദ്യമൊക്കെ എന്തൊരു കുതിപ്പ് നടത്തിയ ടീമാണ്. ഏതായാലും അവരുടെ കാര്യം ഇപ്പോൾ പരിതാപകരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മാച്ച് കൂടി തോറ്റാൽ PBKs ഏതാണ്ട് എലിമിനേറ്റ് ആയി പോകുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇനി ബാക്കിയുള്ള 2 കളികളും പഞ്ചാബിന് വിജയിക്കാൻ സാധിച്ചാൽ 100% അവർക്ക് ടോപ്പ് 4-ൽ ഉറപ്പിക്കാൻ കഴിയും. പക്ഷേ ഒരു കളിയാണ് വിജയിക്കുന്നതെങ്കിൽ കൂടി അത് അവരുടെ സാധ്യതകൾക്ക് 100% മങ്ങലേൽപ്പിക്കുന്നുള്ളതാണ് യാഥാർത്ഥ്യം. സോ PBKs നൗ ഇൻ ഡീപ് ട്രബിൾ. ഏതായാലും SRHിലേക്ക് വരുമ്പോൾ കളിച്ച 12 കളികളിൽ 14 പോയിന്റാണ് അവർക്കുള്ളത്. ഇനി ബാക്കിയുള്ള 2 കളികളും ടോപ്പ് 4-നായിട്ട് പോരടിക്കുന്ന 2 ടീമുകളോടാണ് SRHന് കളിക്കാനുള്ളത്. സോ ഒട്ടും എളുപ്പമല്ല കാര്യങ്ങൾ. പക്ഷേ 2ലും വിജയിച്ചാൽ അനായാസം പ്ലേ ഓഫിലേക്ക് എത്താം. ഒരു കളിയാണ് വിജയിക്കുന്നതെങ്കിൽ മികച്ച നെറ്റ് റേറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരുപക്ഷെ പ്ലേ ഓഫിലേക്ക് എത്താൻ SRHന് സാധിക്കുകയുള്ളൂ. അതാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ ടോപ്പ് 3-ൽ നിൽക്കുന്ന ടീമുകൾക്ക് പോലും പ്ലേ ഓഫ് ഇപ്പോഴും ഉറപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് ഈ ഒരു IPLനെ ഏറെ ട്വിസ്റ്റും ടേണുകളും നിറഞ്ഞ ഒരു IPL ആക്കി മാറ്റിത്തിരിക്കുന്നതും. GTയിലേക്ക് വരികയാണെങ്കിൽ RCBയും ഗുജറാത്ത് ടൈറ്റൻസും കളിച്ച 12 കളികൾ 16 പോയിന്റുമായിട്ട് കുതിക്കുകയാണ്. ഈ 2 ടീമുകളും ഏതാണ്ട് പ്ലേ ഓഫ് ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. യെസ്, അതാണ് യാഥാർത്ഥ്യം. ഇനിയും 2 കളികൾ ബാക്കിയുണ്ട്. അതിൽ ഒരൊറ്റ കളി വിജയിച്ചാൽ തന്നെ അവർക്ക് 100% പ്ലേ ഓഫ് ഉറപ്പിക്കാൻ കഴിയും. ഇനിയിപ്പോൾ 2 കളികളും പരാജയപ്പെട്ടാലും ഏതായാലും 2 കളികളും പരാജയപ്പെടില്ല. കാരണം SRHും RCBയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്നുണ്ട്. ഇതിനോടകം തന്നെ ടോപ്പ് 4 ഉറപ്പിക്കാനുള്ള IPL കട്ട് ഓഫ് പോയിന്റ് ആയിട്ടുള്ള 16 പോയിന്റ് എന്നുള്ളത് ഈ 2 ടീമുകളും 2 കളികൾ ബാക്കി നിൽക്കെ സ്വന്തമാക്കിയത് കൊണ്ട് അവർ എന്തായാലും പ്ലേ ഓഫ് കളിക്കാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. സോ നിലവിലെ പോയിന്റ് ടേബിൾ പരിശോധിക്കുമ്പോൾ 2 സ്ലോട്ടുകൾ ഏതാണ്ട് ഫില്ലായി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും 2 സ്ലോട്ടുകൾ ബാക്കിയുണ്ട്. അതിനായിട്ട് 4 ടീമുകളാണ് പ്രധാനമായിട്ടും മത്സരിക്കുന്നത്. SRH, PBKs, രാജസ്ഥാൻ റോയൽസ്, CSK ഈ 4 ടീമുകളാണത്. ഈ 4 ടീമുകളിൽ ഏതൊക്കെ ടീമുകളായിരിക്കും ടോപ്പ് 4 കളിക്കാൻ പോകുന്നത്, പ്ലേ ഓഫിലേക്ക് എത്താൻ പോകുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇനിയിപ്പോൾ നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് DCയോ KKRോ പ്ലേ ഓഫിലേക്ക് എത്തുമോ എന്നുള്ളതും കണ്ടറിയേണ്ടതാണ്. ഏതായാലും സാധ്യതകൾ വളരെ കുറവാണ്. അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.